സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിൽ ഒഴുകിയെത്തുന്നത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ. വിശ്വാസവും സമർപ്പണവും ഒത്തുചേരുന്ന ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ലക്ഷങ്ങളാണ് അനന്തപുരിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. നഗരവീഥികളെല്ലാം ഭക്തജനത്തിരക്കിൽ നിറഞ്ഞു കഴിഞ്ഞു. 9:45 ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പകർന്നു നൽകുന്ന ദീപം പണ്ടാര അടുപ്പിലേക്ക് പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഈ ദീപം ഏറ്റുവാങ്ങി ഭക്തർ തങ്ങളുടെ അടുപ്പുകളിൽ ജ്വലിപ്പിക്കുന്നതോടെ നഗരം ഒരു വലിയ യാഗശാലയായി മാറും. ഉച്ചയ്ക്ക് 2:15 നിവേദ്യ സമർപ്പണം. ഇന്ന് ചന്ദ്രഗ്രഹണം ഉള്ളതിനാൽ ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 വരെ ഭക്തർക്ക് ക്ഷേത്രത്തിൽ ദർശനമുണ്ടായിരിക്കില്ല. രാത്രി 8:30 കുത്തിയോട്ട ബാലന്മാരുടെ ചൂരൽകുത്ത് നടക്കും. രാത്രി 10:45 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ എഴുന്നള്ളത്ത് പുറപ്പെടും. പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധിയാണ്. ഭക്തരുടെ മടക്കയാത്ര സുഗമമാക്കാൻ റെയിൽവേ അധിക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSRTCയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസുകൾ നടത്തുന്നു. കടുത്ത ചൂടിൽ ഭക്തർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ മെഡിക്കൽ ടീമിന്റെ സഹായം തേടണമെന്നും അധികൃതർ വ്യക്തമാക്കി. മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ആഴ്ചകൾക്ക് മുൻപേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി നടത്തിയത്. വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ആറ്റുകാൽ പൊങ്കാല കോടിക്കണക്കിന് ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വീക്ഷിക്കുന്നത്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.